മുമ്പെങ്ങുമില്ലാത്ത വിധം ചെറുപ്പക്കാർക്ക് ഇന്ന് കോൺഗ്രസ് വലിയ അവസരങ്ങൾ കൊടുക്കുന്നതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒരു യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അനുഭവം ഒന്ന് ലഘുവായിട്ട് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഷുവർ, അത് നിങ്ങൾ പറഞ്ഞ വിലയിരുത്തൽ വളരെ കറക്റ്റാണ്. കാരണം കോൺഗ്രസ് കൊടുക്കുന്നത് പോലെ അവസരം ചെറുപ്പക്കാർക്ക് ആരും തന്നെ കൊടുക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏകദേശം 53ഓളം സീറ്റിൽ മത്സരിച്ച ചെറുപ്പക്കാരാണ്. വളരെ കൃത്യമായി തന്നെ പറയുന്നു, സംഘടനാ തലത്തിൽ സംഘടനയുടെ വിവിധ തലങ്ങളിൽ ആളുകളെ പരിഗണിക്കുന്ന കാര്യത്തിലാണെങ്കിലും നേതൃത്വം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ACC പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ അവർ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും KSU യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി വളർന്നു വന്ന ആളുകളാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പുതിയ KPC ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്ത് KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു KC. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ വളർന്നു വന്നത് KSUവിൽ നിന്നായതുകൊണ്ട് KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് കൃത്യമായ പരിഗണന കൊടുക്കണമെന്നുള്ളതും അവരെ കൃത്യമായി എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ പ്ലേസ് ചെയ്യണമെന്നുള്ള അഭിപ്രായമുള്ള ആളുകൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്താണെങ്കിലും എനിക്ക് വളരെ കൃത്യമായി, ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ തിരുവനന്തപുരത്തുള്ള എലക്ടഡ് KPCC മെമ്പറാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് പാർട്ടി തന്നൊരു അവസരമാണ്. ഇപ്പം എന്നെ പോലൊരു ചെറുപ്പക്കാരനെ എത്രയോ മുതിർന്ന ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും നമുക്ക് ആ അവസരം തന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാർക്ക് കൃത്യമായി കോൺഗ്രസിനകത്ത് അവസരം നൽകുന്നു എന്നുള്ളതാണ്. എത്രയോ MLA മാർ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും അവസരം നടന്ന ബൈ ഇലക്ഷൻ ആണെങ്കിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി, ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കുന്നു. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഹൈബിയുടെ പറഞ്ഞതിന് ഒരു വലിയ സാങ്കത്യമുണ്ട്. കാരണം ഇപ്പോൾ തൃക്കാക്കര എടുത്താലും പുതുപ്പള്ളി എടുത്താലും ഒക്കെ ഈ ചെറുപ്പക്കാരുടെ വരവ് കോൺഗ്രസിനൊരു വലിയ നേട്ടമായി മാറിയിട്ടുണ്ട്. വിജയത്തിൽ അതൊരു വലിയ ഡെഫിനറ്റ്ലി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ആണെങ്കിൽ തന്നെ ചാണ്ടി ഉമ്മൻ KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയൊരു നേതാവിൻ്റെ മകനാണെങ്കിൽ കൂടിയും അദ്ദേഹം താഴെത്തട്ടിൽ വർക്ക് ചെയ്യുന്ന, വളരെ സിൻസിയറായി വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം KSUവിലൂടെ കടന്നു വന്ന ആളാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയ്ക്ക് 4000 കിലോമീറ്റർ നടന്ന്, അതും ചെരുപ്പില്ലാതെ നടന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി, 3000 വീടുകൾ കയറാൻ ഒരു മടിയുമില്ലാതെ കയറി വോട്ട് ചോദിക്കാൻ തയ്യാറായി അത്രയും ആത്മാർത്ഥമായി ജനങ്ങളുമായി മിങ്കിൾ ചെയ്യുന്ന ചെറുപ്പക്കാർ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ, ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഉറക്കം എണീച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള മരണ വീടാണെങ്കിലും കല്യാണ വീടാണെങ്കിലും ആളുകൾ, ജനങ്ങളുടെ പ്രശ്നമാണെങ്കിലും പോലീസ് സ്റ്റേഷൻ കേസാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവരുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നുന്ന തരത്തിൽ കോൺഗ്രസിൽ ചെറുപ്പക്കാർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊരു അപവാദമുണ്ട്, ഒരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത് റിയൽ വർക്കേഴ്സ് ആൻഡ് റീൽ വർക്കേഴ്സ്. ചിലർ ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നു, മറ്റു ചിലർ റീലുകൾ ഉണ്ടാക്കി അത് തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ ഇങ്ങനെ ഒരു 2 നിര അല്ലെങ്കിൽ 2 തരത്തിലുള്ള നേതാക്കൾ വളർന്നു വരുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇപ്പോൾ റിയൽ ആണെങ്കിലും റീലാണെങ്കിലും നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ ഘടകങ്ങൾക്ക് അനിവാര്യമാണ്. കാര്യം അപ്പോൾ റിയൽ വർക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞതുപോലെ 3000 വീടുകൾ കയറി ഇറങ്ങി നിലമ്പൂര് വോട്ട് ചോദിക്കുന്നു, അവിടെ ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നു, ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നു. അല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പഴയ കാലത്തും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. കാര്യം നന്നായി പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അറിയാലോ, നല്ല പ്രാസംഗികരായിരിക്കും. ആ പ്രാസംഗികർ ചിലപ്പോൾ ഒരു 10-20 പേരെ കൂട്ടി ഒരു സമ്മേളനം നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. പക്ഷെ പണ്ട് കാലത്ത് ഒരു 500 പേരെ കൂട്ടി സമരം നടത്താൻ കപ്പാസിറ്റി ഉള്ള നേതാക്കന്മാരുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ഒന്ന് മൈക്ക് എടുത്ത് 5 മിനിറ്റ് പ്രസംഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ അതിനൊരു ധൈര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാൻ അറിയാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ആവുകയുള്ളൂ. ഇപ്പോൾ റിയൽ വർക്കേഴ്സ് എന്ന് പറയുന്നവരെല്ലാവരും റിയൽ വർക്കേഴ്സാണ്. റിയൽ വർക്കേഴ്സ് എന്ന് പറയുന്ന അങ്ങനൊരു പ്ലാറ്റ്ഫോമില്ല. ഇപ്പോൾ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം വന്നതിന് ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും എല്ലാ നേതാക്കന്മാരും, അത് BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇതെല്ലാവരും റീൽ ഇടാറുണ്ട്. ഈ പറയുന്ന പോലെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു നമ്മളൊക്കെ അതിപ്രസരമാണ്. അല്ല, അതിപ്രസരമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരാഴ്ച നമ്മൾ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കാതെ എല്ലാ പരിപാടികൾക്കും പോയി ഈ ഒരു ഫോട്ടോ പോലും ഇടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലേ ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. ഒളിച്ചോടി പോയി നമ്മൾ ഈ നാട്ടിലില്ല, അവൻ ഗൾഫിൽ പോയെന്ന് വേണമെങ്കിലും പറയും. ആ തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ചലനം ഉണ്ടായിട്ടുണ്ട്, മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇപ്പം നവമാധ്യമങ്ങൾ കൃത്യമായി ഉപയോഗിക്കേണ്ട പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാൻ അത് ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ അവർ തയ്യാറായിട്ടുണ്ട്, അവരത് ഉപയോഗിക്കുന്നുമുണ്ട്. അത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണെങ്കിൽ എന്താ പ്രശ്നം?
അതിന് റീൽ ഇടുന്നതിന് പ്രശ്നമില്ല. ഇപ്പൊ റിയൽ വർക്കേഴ്സും റീൽ വർക്കേഴ്സും എന്നും അല്ല, ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ആളുകളും, ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും ചേർന്നാൽ മാത്രമേ കോൺഗ്രസ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിടിച്ചിന്ന് പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു 50 വീട് കയറി പ്രവർത്തനം നടത്തുന്നു. ഈ 50 വീട് കയറി പ്രവർത്തനം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരികയോ അല്ലെങ്കിൽ ഒരു റീലായിട്ട് തന്നെ വന്നാൽ മാത്രമേ ബാക്കി 100 പേര് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ വീട്ടിൽ കയറുന്ന 50 വീട്ടുകാർക്ക് മാത്രമാണ് ഇത് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടുക എന്നുള്ളതുണ്ട്, ഒന്നും കൂടെ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതുണ്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ സോഷ്യൽ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ വിവിധ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും ഈ പാർട്ടി തലങ്ങളിൽ പാർട്ടി കോറങ്ങളിൽ ഗുണമാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ചേട്ടൻ നമ്മൾ ഈ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ, മധ്യ കേരളം, തെക്കൻ കേരളം, പൊതുവേ മലബാർ എടുത്തു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഒരു കേഡർ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഗിൻ്റെ ഒരു വലിയ സ്വാധീനം ആ മേഖലയിലുണ്ട്. അവിടെ UDF അതിൻ്റേതായ നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ വരുമ്പോൾ, ഇപ്പോൾ കേരള കോൺഗ്രസ് എം ഇന്ന് UDF ഇല്ല. അത് കൃത്യമായിട്ടും ഈ മധ്യ കേരളത്തിലും ഒരു പരിധി വരെ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിലും, ആലപ്പുഴ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിലും കോൺഗ്രസ്സിന് UDF അതൊരു തിരിച്ചടിയാണ് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, അവിടെ അത്തരത്തിൽ അങ്ങനെ ഒരു തിരിച്ചടി എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 2026 ഒരു പുതിയ ഒരു ഭരണത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ ഒരു മുന്നണി വിപുലീകരണം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് നേതൃത്വം അത്തരത്തിലുള്ള ആലോചനകൾ ഉണ്ട് എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിവിധ തലത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ഈ പറയുന്നത് പോലെ കൂട്ടുപിടിക്കാൻ കഴിയുമോ, അത് ജനാധിപത്യ മൂല്യമുള്ള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും UDF ഭാഗമായി നിന്ന് പ്രവർത്തിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് മുമ്പിൽ വാതിൽ തുറക്കുന്നതിന് ഒരു പ്രശ്നവും കോൺഗ്രസിനെ സംബന്ധിച്ചോ UDF സംബന്ധിച്ചോ ഇല്ല. അതായത് ജോസ് കെ മാണിയെ മടക്കിക്കൊണ്ടുവരാൻ കോൺഗ്രസ് തന്നെ മുൻകൈ എടുക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ആഗ്രഹമോ താല്പര്യമോ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ പറഞ്ഞതുപോലെ അധികാരത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. കാരണം ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി അനുഭവിക്കുന്ന ദുരിതമുണ്ട്. ആ ദുരിതത്തിന് ഒരു അന്ത്യം വരുത്തണമെങ്കിൽ വളരെ കൃത്യമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടും UDF അധികാരത്തിൽ എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമുള്ളതുകൊണ്ടും വളരെ കൃത്യമായി തന്നെ ഏത് തരത്തിലുള്ള ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഏത് രാഷ്ട്രീയ സംഘടനയ്ക്കും കൃത്യമായി ഈ UDF കക്ഷികളായി അല്ലെങ്കിൽ UDF ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം അത് UDF നേതൃത്വം ഒറ്റക്കെട്ടായി ആലോചിച്ച് അത്തരത്തിലുള്ള തീരുമാനം അവർക്ക് വേണ്ടിയിട്ടുള്ള വാതിൽ തുറന്നിടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ LDF UDF നേരിട്ട് ഏറ്റുമുട്ടിയിരുന്ന ഒരു കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. ഈ മുന്നണി മാറ്റം, തിരിച്ചുവരക്കം, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ BJP ഇവിടെ പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ BJP പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയാണ്. ഒരു പരിധി വരെ BJP എവിടെയൊക്കെ 30,000-ൽ കൂടുതൽ വോട്ട് പിടിക്കുന്നുണ്ടോ അവിടെയൊക്കെ UDF ഒരു ഭീഷണിയുണ്ട്. പല സ്ഥലങ്ങളിലും UDF തോറ്റുപോകുന്നത് അങ്ങനെയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ BJPയുടെ ഭീഷണിയെ എങ്ങനെ നേരിടും? ഈ തെക്കൻ ജില്ലകളിലെങ്കിലും എങ്ങനെ നേരിടും? മലബാറിലേക്കുള്ള കാര്യം നമുക്ക് വിടാം. പക്ഷേ തെക്കൻ ജില്ലകളിൽ BJP വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതിനെ എങ്ങനെ കോൺഗ്രസ് നേരിടും എന്നാണ് UDF അതിന് എന്ത് സ്ട്രാറ്റജിയാണ് UDF അതിലേക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്? അല്ല, ഇവിടെ ഞങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിനകത്തൊരു സ്ട്രാറ്റജി എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മളൊന്ന് പരിശോധിക്കാം. ട്രിവാൻഡ്രം കോർപ്പറേഷൻ കഴിഞ്ഞ 45-50 വർഷമായി ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നത്. അവിടെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായി 35 സീറ്റോൾ വാങ്ങി BJP അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതിപക്ഷമായി കടന്നു വരുന്ന ഒരു സാഹചര്യം, മുഖ്യ പ്രതിപക്ഷമായി കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. UDF ഒരു ദയനീയ പരാജയം ആ സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് തരത്തിലുള്ള വികസന പ്രശ്നങ്ങളിലാണ് അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലാണ് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള BJPയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അത്തരം ആരോപണങ്ങളും സംഭവ വികാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന മേയറുമായും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സമരം പോലും നടത്താതെ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നഗരസഭ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
ഏതെങ്കിലും വിഷയത്തിൽ എത്രയോ അഴിമതി കാര്യങ്ങൾ, എത്രയോ അഴിമതി കഥകൾ നമ്മൾ കേട്ടു. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങളുടെ ഓഫീസ് ഇരിക്കുന്നതിന്റെ അടുത്തായിട്ട് നമ്മുടെ വുമൻസ് കോളേജിന്റെ ഫ്രണ്ടിലായിട്ട് നിരത്തി കെട്ടിയിട്ടുള്ള ആ നടപ്പാതയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ആരോപണ പ്രശ്നം, അത് UDF കോൺഗ്രസും ട്രിവാൻഡ്രം DCCയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു. മുഖ്യ പ്രതിപക്ഷമായ BJPയെ അവിടെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് പോലും കണ്ടതുമില്ല. ഈ പറയുന്ന കോർപ്പറേഷന്റെ അകത്തളത്തിൽ പോലും ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന് പോലും അവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല? എന്തുമാത്രം ആരോപണങ്ങൾ വിവിധ തലത്തിൽ, ഇവിടെ പാർക്കിംഗ് ഏരിയ കെട്ടുന്നതുമായി സംബന്ധിച്ച്, ഇവിടുത്തെ ഓട നവീകരണവുമായി സംബന്ധിച്ച് എത്രയോ ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ജനങ്ങളെ ബാധിക്കുന്ന കാര്യത്തിൽ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള BJPയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്, ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. അതുകൊണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക്, ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏകദേശം 40-45ഓളം സീറ്റുകളിൽ RSS BJPയുടെ വോട്ടുകൾ വളരെ കൃത്യമായി അത് ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ 2000, 3000, 4000 വോട്ടിന് പരാജയപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഞങ്ങൾ പഠനവിധേയമാക്കിയപ്പോൾ ബോധ്യപ്പെട്ടത് BJPക്കും RSSനും സ്വാധീന മേഖലയായിട്ടുള്ള സ്ഥലങ്ങളിലെ വോട്ട് കൃത്യമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടുകയും അവരെ ആ ബൂത്തുകളിൽ അവർ ലീഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, വോട്ട് കച്ചവടം നടന്നിട്ടില്ല എന്നുള്ളത് എങ്ങനെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും? അപ്പൊ അത്രമാത്രം അന്തർധാര ഇവർ തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ധാരണ നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു രാഷ്ട്രീയ പുറത്ത് ഞങ്ങൾ വലിയ ശത്രുവാണെന്നും BJPയെ നേരിടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വേണ്ടതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിടാൻ BJPയാണ് വേണ്ടതെന്നും ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ അല്ലാതെ ഇവർക്ക് ബദൽ കോൺഗ്രസ് ആണെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി കാഴ്ചവെച്ച് അവരെ അത് ബോധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവർ തമ്മിലുള്ള അന്തർധാര പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു കാര്യം പരിശോധിച്ചാൽ മതി, കേരളത്തിന്റെ രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ SFI പോലെയുള്ള ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതാരാ? കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ്. BJPയുടെ സർക്കാരിന്റെ ഗവൺമെന്റ് കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ മകളെയോ മുഖ്യമന്ത്രിയോ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായിട്ടില്ല. ലാവ്ലിൻ കേസ് നമുക്കറിയാലോ, എത്ര തവണയാണ് 49 തവണ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ നാഷണൽ ഹെറാൾഡ് കേസും അതുപോലെ അല്ല, നാഷണൽ ഹെറാൾഡ് കേസിനെ ചോദ്യം ചെയ്തല്ലോ. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ ആണെങ്കിലും ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധി ആണെങ്കിലും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. EDയുടെ മുന്നിൽ വിളിച്ച് അവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ മകളെയോ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഈ ഘട്ടത്തിൽ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ മറ്റേ കേസ് അന്വേഷണം കഴിഞ്ഞ്, നാഷണൽ ഹെറാൾഡ് കേസ് അന്വേഷണം കഴിഞ്ഞ് അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ കോടതിയുടെ ഫൈൻഡിങ്സിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്. വിചാരണ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, വിചാരണ ആരംഭിച്ചതിന് ശേഷം 49 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിരിക്കുക. SFIയുടെ അന്വേഷണ സംഘം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൊടുത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തൃശൂർ ജില്ലയിൽ BJP ജയിച്ചതിന് ശേഷം ആ കേസിന്റെ സ്റ്റേറ്റ്മെന്റോ അതിന്റെ അന്വേഷണ റിപ്പോർട്ടോ എവിടെ പോയി എന്നുള്ളത് SFIയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വരുന്നില്ലല്ലോ, അല്ലേ? നമ്മൾ എപ്പോഴാണ് കേട്ടത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ കേട്ടു. അപ്പോൾ കൃത്യമായ അന്തർധാര നടക്കുകയും അന്തർധാരയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ സുരേഷ് ഗോപി ജയിച്ചു വന്നതിന് ശേഷം പിന്നെ SFIയുടെ സ്റ്റേറ്റ്മെന്റോ SFI കൊടുത്ത സബ്മിറ്റ് ചെയ്ത ആ അന്വേഷണ റിപ്പോർട്ടിനെ പറ്റിയോ നമ്മളൊരു വിവരം അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അന്തർധാര എന്ന് പറയുന്ന ഇതാണ്. അല്ല, ഈ നിലമ്പൂരിൽ ഈ പറയുന്ന പോലൊരു വലിയ വിജയം കോൺഗ്രസിനുണ്ടായി. അത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി മുന്നോട്ടുള്ള പോക്കിൽ, അതായത് ഇപ്പോൾ വളരെ എനിക്ക് തോന്നുന്നു ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ വളരെ ചടുലമായ എന്തെങ്കിലും മാറ്റങ്ങൾ UDFൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസിനുള്ളിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയി തന്നെയാണ് ഈ ഇലക്ഷനുകൾ നേരിടാനായിട്ടുള്ള തീരുമാനം. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നേതൃത്വത്തിലുള്ള എല്ലാ ആളുകളും താഴെത്തട്ടിൽ ഹാർഡ് വർക്ക്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റിയൽ വർക്കായി ഗ്രൗണ്ടിൽ തന്നെ എവിടെയാണ് കോൺഗ്രസിന് വീഴ്ചയുള്ളത് അത്തരം സ്ഥലങ്ങളിൽ കോർഡീകരിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രശ്ന പരിഹാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ സീരിയസ് ആയി കോൺഗ്രസ് ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം വളരെ കൃത്യമായി തന്നെ പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകൾ കൃത്യതയോടുകൂടി തന്നെ ഞങ്ങൾ മാസങ്ങളായി അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചതിന്
ഇവിടെ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പ്രവർത്തകർക്ക് മത്സരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത്തരം പ്രവർത്തകർക്ക് മത്സരിക്കാൻ കിട്ടുന്ന അവസരത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിലെ മറ്റു സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കന്മാരും കേന്ദ്ര നേതൃത്വത്തിലുള്ള നേതാക്കന്മാരും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള വർക്കേഴ്സ് മത്സരിക്കുന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലേക്കുള്ള ആ പ്രവർത്തകരെ സജ്ജമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം കോൺഗ്രസ് ആരംഭിച്ചിട്ട് തന്നെ നാളുകൾ ഏകദേശം കുറേ ആയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, വളരെ സിൻസിയറായി, വളരെ സീരിയസ് കാൻഡിഡേറ്റിനെ മത്സരിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലും കിട്ടാവുന്ന മാക്സിമം പഞ്ചായത്തുകളാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം. കാരണം ഇതൊരു സെമി ഫൈനൽ ഒരു ഇലക്ഷനാണ്. കാര്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തതിൽ ഒരു സെമി ഫൈനൽ മത്സരമാണ്. അപ്പോൾ ആ സെമി ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ വളരെ സീരിയസ് ആയി തന്നെ കോൺഗ്രസ് അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി വരുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയാത്ത, ജനങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ആളുകളെ അവതരിപ്പിച്ചുകൊണ്ട് കഴിയാവുന്ന അത്രയും സീറ്റുകൾ ജയിച്ച് ഈ പറയുന്നത് പോലെ ഭരണത്തിലേക്കുള്ള ഒരു തുടക്കമായി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം വളരെ സീരിയസ് ആയി തന്നെ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ക്വാർട്ടർ ഫൈനൽ വിജയിച്ച കോൺഗ്രസിന് UDF-ന് സെമി ഫൈനലിലും ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.